ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗമാണ് ഇനി വരാൻ പോണത്, നമ്മുടെ പ്രകാശിൻ്റെ കല്യാണം. ഈ പ്രാവശ്യം പ്രകാശിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ലക്ഷ്മി തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രകാശിൻ്റെ മുമ്പിൽ ലക്ഷ്മി അണിഞ്ഞൊരുങ്ങി, എന്തായാലും പ്രകാശൻ കണ്ണു തള്ളൻ രീതിയിൽ തന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പോവാൻ തന്നെയാണ് ലക്ഷ്മിയുടെ തീരുമാനം. അങ്ങനെ കല്യാണത്തിന് തലേന്ന് തന്നെ വിക്രം പതിവ് പോലെ തന്നെ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. കൂടെ നമ്മുടെ ബാലേട്ടനൊക്കെ ഉണ്ടാവും. ബാലേട്ടൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതൊക്കെ വെറും പ്രഹസനം മാത്രമല്ലേ, നാളെ അറിയാം ശരിക്കുള്ള കളി, എന്തായാലും ഇത് മുടങ്ങും, ഇതൊക്കെ വെറുതെ പൈസ ചിലവാക്കാനുള്ള ഒരേ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും രാജപ്പനും കൂടെയുണ്ട്. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു, രാജപ്പണ്ണ എനിക്ക് 2 ലക്ഷം രൂപ കൂടി വേണം കേട്ടോ. എടാ പ്രകാശം എത്ര രൂപയാണ് നീ എൻ്റെ അടുത്ത് മേടിക്കണത്? എടാ രാജപ്പണ്ണ ഞാനത് കല്യാണത് നാളെ രാവിലെ കല്യാണം കഴിയും, വൈകിട്ട് പൈസ തരുമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ശരി രാജപ്പണ്ണ, നിങ്ങൾ എനിക്ക് 20 ലക്ഷം തന്നാൽ ഞാൻ 30 ലക്ഷം ആക്കിയിട്ടല്ലേ തിരിച്ചു തരുന്നത്, അതുകൊണ്ട് പണം തന്നാൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ശരി ഞാൻ 2 ലക്ഷം രൂപ തരാം എന്ന് പറയാണ്. അങ്ങനെ 2 ലക്ഷം രൂപയും കൂടി നമ്മുടെ പ്രകാശം വാങ്ങിച്ച് മേടിക്കുന്നുണ്ട്. ശേഷം മണിയറയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രകാശം റെഡിയാവാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് റെഡിയേക്കാളും കുറച്ചുകൂടി നല്ല മേക്കപ്പും വലിയ മാലയും അതുപോലെ തന്നെ വില കൂടിയ ഡ്രസ്സുകളാണ് പ്രകാശം ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാർത്തികയാണെങ്കിൽ അമ്മേനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പം അമ്മയോട് ചോദിക്കണം, അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാം മോളെ, എന്തായാലും മോൾ എന്നെ ഒന്ന് ഒരുക്ക് എന്ന് പറയണം. അപ്പോൾ കല്യാണി വിളിക്കുന്നുണ്ട്, ഞാൻ വരണം ഒരുക്കാനായിട്ട്. വേണ്ട കല്യാണി, അമ്മയുടെ ഉദ്ദേശം എന്താ, എന്തെങ്കിലും പറഞ്ഞോ കാർത്തിക ചേച്ചി? ഒന്നും പറഞ്ഞില്ല കല്യാണി, എനിക്കൊന്നും അറിയില്ല. അമ്മതേ മണവാട്ടിനെ പോലെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രകാശനെ ശരിക്കും അപ്രത്യക്ഷപ്പെടാൻ തന്നെയാണ് അമ്മയുടെ ഉദ്ദേശം എന്ന് തോന്നുന്നത്. എന്തായാലും മുഹൂർത്തത്തിന് മുമ്പ് ഞങ്ങൾ അവിടെ രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടാവും എന്ന് കിരണവും കല്യാണിയും പറയണം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർത്തിക ലക്ഷ്മിനെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി, മണവാട്ടിപ്പെണ്ണ് എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ ഒരുക്കുന്നുണ്ട് കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്ത് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് പുതിയ പട്ടുസാരി കുടിപ്പിച്ചിട്ട് ഒരുക്കി നിർത്തുവാണ്. ശേഷം കാർത്തിക പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പുറപ്പെട്ടാലോ അമ്മ? പുറപ്പെടാമെന്ന് പറയുന്നുണ്ട്. പ്രകാശനം ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കാർത്തികനെ വിളിക്കുന്നുണ്ട്. മോളെ അമ്മ എത്തിയല്ലോ അല്ലേ, കറക്റ്റ് സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും എത്തുക വെച്ചാൽ ഞങ്ങളത് എത്താനായി, 10 മിനിറ്റിൽ തന്നെ ഞങ്ങൾ എത്തും. അച്ഛൻ എത്താനായോ? ഞങ്ങളത് ഇറങ്ങാൻ പോകുവാണ്. അച്ഛനെത്തുന്ന മുമ്പ് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല എന്ന് കാർത്തിക പറയാണ്. പ്രകാശാണെങ്കിൽ സന്തോഷം വരുവാണ്. പ്രകാശൻ വിക്രത്തോടത്തൊക്കെ പറയുന്നുണ്ട്, രാജപ്പെടുന്നത് അയ്യോ ദേ അവൾ എത്തി കേട്ടോ, അവൾ രജിസ്റ്റർ ഓഫീസിൽ എത്താനായി, എനിക്കിത് വലുത് ടെൻഷൻ ആവുന്നൊക്കെ പറയാണ്. ഏട്ടാ നീ ഒന്നും ഒരു ടെൻഷൻ ആവാണ്ടടാ എന്ന് രാജപ്പൻ പറയുന്നുണ്ട്. ബാലനെ ചിരി വരും കേട്ടോ. എന്താണ് ബാലന താനിങ്ങനെ ചിരിക്കണത് എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നിന്റെ കല്യാണമൊക്കെ അല്ലേ, സന്തോഷം കൊണ്ട് ചിരിച്ചതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇയാൾ ഇന്നലെ മുതൽ ഒരു ആക്കി ചിരി ഉണ്ടച്ച എന്ന് പറയാണ്. ഇയാൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇയാൾക്ക് പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ എടാ ബാല ദേ നാളെ നിന്നെ ഡ്രൈവറാക്കി വെക്കണമെന്നുണ്ടെങ്കിലേ ഞങ്ങളുടെ മുമ്പിൽ അടിമയെ പോലെ നിന്നോളണം കേട്ടാലോ. ഉവ്വേ എന്നൊക്കെ ബാലനം കളിയാക്കി പറയുന്നുണ്ട്. ശേഷം പ്രകാശനും അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പ്രകാശനും വിക്രവും ബാലണ്ണനും അമ്മുമ്മയും എല്ലാവരും കൂടി അങ്ങനെ ജാഥയായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. കിരണും കല്യാണി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ദീപയോട് ചോദിക്കേണ്ട, അമ്മ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട്, ഈ പ്രാവശ്യം എന്തായാലും നമ്മുടെ ലക്ഷ്മി ചേച്ചി അവിടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നുണ്ട് എന്ന് ദീപയും പറയാണ്. പാറു ബൈജു കുഞ്ഞിനെ നോക്കണം കേട്ടോ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ വരും, എന്തായാലും കല്യാണമൊന്നും നടക്കാൻ പോണില്ലല്ലോ, അപ്പോൾ സദ്യ വെട്ടങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ പോയിട്ട് ഒരു മണിക്കൂറിൻ്റെ ചടങ്ങ്, അപ്പോഴേക്കും തിരിച്ചു വരും എന്ന് ദീപ പറയാണ്. അതിനെന്താ ദീപേച്ചി, ഞങ്ങൾക്കും കാണണോ വരാനൊക്കെ ഉണ്ട്, പിന്നെ വേണ്ട കുഞ്ഞിനെയൊക്കെ നോക്കണമല്ലോ, മാത്രമല്ല അവിടെ ആൾക്കാരൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ഇരിക്കും, പടക്കം പൊട്ടിച്ചെന്നൊക്കെ ഇരിക്കും, അത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരാൻ പറയുകയാണ്. അങ്ങനെ ദീപയും കല്യാണിയും കിരണും കൂടി ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ കാർത്തികയും ലക്ഷ്മി നേരത്തെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോളിവിടെ മുമ്പിൽ തന്നെ നിന്നോ, ഞാൻ അകത്തിരിക്കാം എന്ന് പറയാണ്. ശരി അമ്മേ എന്ന് കാർത്തിക പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കിരണും കല്യാണി അവിടേക്ക് ദീപയും വരുന്നുണ്ട്. കാർത്തികേച്ചി എന്താ ഈ കാര്യങ്ങളൊക്കെ, അമ്മ അകത്തുണ്ട്, അമ്മ അവിടെ അകത്തിരിക്കുകയാണ്, എന്താ ഉദ്ദേശം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കല്യാണി, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പ്രകാശനും വിക്രവും രാജപ്പനും അമ്മമ്മയും ബാലണ്ണനൊക്കെ വരുന്നത്. അപ്പോൾ പ്രകാശൻ എടാ മോനെ ദേ നോക്കി രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളിയിട്ടുണ്ട്, എൻ്റെ കല്യാണം മുടങ്ങുമോയെന്ന് അറിഞ്ഞിട്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും, ഈ പ്രാവശ്യം എന്തായാലും മുടങ്ങാൻ പോണില്ലല്ലോ, അവർക്ക് നല്ല പണി തന്നെ കൊടുക്കാം, വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളിയോ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട, പിന്നെ അച്ഛനെ വിവാഹം കാണാനായിട്ട് മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല, അതുകൊണ്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് വന്നു, പിന്നെ കാദംബരി ചേച്ചിക്ക് വരാൻ പറ്റില്ല, ഡെലിവറി എടുത്തിരിക്കുകയല്ലേ, പിന്നെ നമ്മുടെ അമ്മ കൊടുത്ത ഒരു ആഗ്രഹം അച്ഛനെ വിവാഹം കാണണമെന്ന്. അതെന്തായാലും നന്നായി, ഇന്നെന്തായാലും വിവാഹം നടക്കും, കല്യാണപ്പെണ്ണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു? കണ്ടു, നല്ല സൂപ്പർ പെണ്ണായിട്ടോ, നല്ല സൗന്ദര്യം, അച്ഛനെ പറ്റിയ പെണ്ണ്, നല്ല പൊക്കോ, നല്ല കറക്റ്റ് വണ്ണോ, അച്ഛനെ പറ്റി തന്നെയാന്ന് പറയുമ്പോൾ പ്രകാശം നിങ്ങൾ എന്തെങ്കിലും സത്യം പറഞ്ഞല്ലോ, സമാധാനായി, എന്തായാലും നിങ്ങളൊക്കെ കണ്ടു, ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, കാർത്തിക മോളെ അമ്മ എവിടെ? അമ്മ അകത്തുണ്ട് അച്ഛ എന്ന് പറയണം, അച്ഛനെ കാത്തിരിക്കുകയാണ്. അതെയോ, ഈശ്വരാ എന്നൊക്കെ പറയണ. രാജപ്പൻ പറഞ്ഞ പ്രകാശം പോടാ, എന്തായാലും ഒപ്പിടാൻ സമയമുണ്ടല്ലോ, നീ ഒന്ന് പോയി സംസാരിക്കടാ, ഒന്ന് സംസാരിക്കുക.
കാർത്തിക പറയണ്ട വേണ്ടച്ച അകത്തേക്ക് പോകണ്ട, അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആ 2 വിവാഹം കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ അമ്മയുടെ വിവാഹം, അതുകൊണ്ട് പുറത്ത് അമ്മ വെയിറ്റ് ചെയ്യാം, അച്ഛൻ ആ പുറത്ത് അവിടെ മാറി നിന്നോ, അമ്മയെ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ പ്രകാശ് നാണം കുടുങ്ങി ഒരു മൂലക്ക് അങ്ങോട്ട് മാറി നിൽക്കേണ്ടത്, പറമ്പിൽ ഒരു മൂലക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മീനെ വിളിച്ചുകൊണ്ട് കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർത്തിക അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അച്ഛ അതേ അമ്മ പുറകെയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ശരി മോള് എന്നാൽ മോള് പോയിക്കോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കാർത്തിക ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടെ. പക്ഷേ ഈ പ്രകാശൻ്റെയും ലക്ഷ്മിയുടെ തൊട്ട് പിന്നാലെ കാർത്തികയും കിരണും കല്യാണിയും ദീപയും ബാലണ്ണനും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കട്ടെ അവരുടെ മുഖം കാണാനായിട്ട്. അങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ പ്രകാശം പറഞ്ഞു, ഞാൻ കുറേ നാളായി ലക്ഷ്മിനെ കാണാനായിട്ട് നടക്കുന്നു, അബദ്ധം പറ്റി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി, അതിനുശേഷം കല്യാണം നടക്കാൻ പോയപ്പോൾ വേറെ പ്രശ്നങ്ങൾ, എന്തായാലും ലക്ഷ്മിനെ കാണാൻ പറ്റിയല്ലോ, നമ്മുടെ വിവാഹ ദിവസം തന്നെ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ലക്ഷ്മിയുടെ മുഖം കാണാൻ പോണത്. ഞാൻ ലക്ഷ്മി എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് ലക്ഷ്മിയുടെ മോളുണ്ട്. എന്താ ലക്ഷ്മി നാണുവാണോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി മോളുമാണ്. എന്തായാലും ഞാൻ പതിക്കൊന്ന് തിരിഞ്ഞ് നോക്കുവാണ്, എനിക്കെൻ്റെ ലക്ഷ്മിനെ കാണാൻ ധൃതിയായി എന്ന് പറഞ്ഞിട്ട് പ്രകാശം പതുക്കെ ഇങ്ങനെ തിരിയുക കേട്ടോ. അപ്പോഴേക്കും വിക്രവും അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ ഇതെന്താ ഇത് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പ്രകാശം ഇങ്ങനെ തിരിയണതും ലക്ഷ്മിനെ കാണുന്നത് ഒരുമിച്ചാണ്. ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് നോക്കുവാണ്. ഇതെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കിരണും കല്യാണി പണ്ട് എന്താ കല്യാണി പണ്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഒരുപാട് ഫോണിൽ സംസാരിച്ചതല്ലേ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഇതെന്താ ഇത് മോളെ എന്താ ഈ നടക്കണത് എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ അച്ഛ ഇതാണ് എൻ്റെ അമ്മ ലക്ഷ്മി, മഹാലക്ഷ്മി ലക്ഷ്മി എന്ന് പറയാണ്. ഇതോ എന്ന് പറയുമ്പോഴേക്കും പ്രകാശിന്റെ കാര്യം മനസ്സിലായി. എന്തായാലും തന്നെ ആക്കാനുള്ള പരിപാടി തന്നെയാണ് ഇവർ ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ പ്രകാശിനെ മനസ്സിലായിട്ടോ. ഓഹോ അപ്പൊ എല്ലാവരും കൂടിയിട്ട് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയുന്നത് ഇതെങ്ങനെ ചതിയാവോ വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം കാണാൻ മോളായ എനിക്ക് ആഗ്രഹമില്ലേ, ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ, അതുകൊണ്ട് അച്ഛൻ എന്തായാലും അമ്മയുടെ കാര്യത്തിൽ ഒന്നും കൂടി താലി കിട്ടേക്ക് ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. പ്രകാശം പറയുന്നുണ്ട് ഇതിനേക്കുള്ള പണി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം അവിടെ നിന്ന് പോകുകയാണ്. നാണം കിട്ട് പോകുമ്പോഴേക്കും രാജപ്പൻ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. എടാ പ്രകാശ നിന്നേടാ അവിടെ എന്ന് പറയാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് രാജപ്പനോട് ചോദിക്കുമ്പോൾ അതെ നീ ഒരു 30 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്, അത് എപ്പോൾ തരുമെന്ന് ചോദിക്കുകയാണ്. അത് എന്ന് പറയുമ്പോൾ അതെ തരാനൊക്കെ ഒരു പണി ഞാൻ പറഞ്ഞില്ല, നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് പ്രകാശനെ വിളിച്ചുകൊണ്ട് രാജപ്പൻ പോവാട്ടോ ഗുണ്ടകളെ വിട്ട് അടക്കി പിടിച്ച് നെക്കി പിഴിയാനായിട്ട്. അങ്ങനെ പ്രകാശനെ ആകെ രാജപ്പനും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയില്ല. കിരൺ കളിയാക്കുന്നുണ്ട്, എന്താടാ നീ എന്ത് MD ആവോന്നോ മലമറിക്കോന്നൊക്കെ പറഞ്ഞിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രവും നാണം കെട്ട് പോവാണ്. അമ്മോ പറഞ്ഞിടാ ഇത് നിങ്ങൾക്ക് ഇതിനൊക്കെ അനുഭവിക്കും നോക്കിക്കോ, ഇത് എൻ്റെ ശാപമാണെന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട അതെ ശപിക്കണതൊക്കെ കൊള്ളാം, സ്വന്തം തലയിൽ വീഴാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാണം കെട്ട് അമ്മുമ്മയും വിക്രവും ഒക്കെ കൂടി അവിടെ നിന്ന് പോകുന്ന ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.